കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് ബെനിഫിൻ. സ്വർണ്ണ സമ്പാദ്യങ്ങളെ ഇനി ബിസിനസ്സിൽ നിക്ഷേപിക്കാം. നമസ്കാരം. ഇന്ന് 2024 നവംബർ 26 ചൊവ്വാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ ഈ ആഴ്ച നടക്കുന്ന ജ്വല്ലറി അറേബ്യ മരായി 2024 എന്നിവയുടെ ഭാഗമായി വരാനിരിക്കുന്ന പ്രധാന പരിപാടികളുടെ മുന്നോടിയായി ജനറൽ ഡയറക്ടർ ഓഫ് ട്രാഫിക് ഗതാഗത ക്രമീകരണങ്ങൾ പ്രഖ്യാപിച്ചു. ബഹ്റിൻ ബേ റോഡിലൂടെയുള്ള ഗതാഗതമാണ് നിയന്ത്രിച്ചിട്ടുള്ളത്. ഈ സമയത്ത് നിർദ്ദിഷ്ട പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കണമെന്ന് ജനറൽ ഡയറക്ടർ ഓഫ് ട്രാഫിക് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജ്വല്ലറി അറേബ്യ സിറ്റിസ്കേപ്പ് സന്ദർശകർക്ക് ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ P9, P8, P7 എന്നീ സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യമുണ്ടായിരിക്കും. ഷട്ടിൽ ബസ്സുകൾ വേദികളിലേക്ക് ഗതാഗതം ലഭ്യമാക്കും. എക്സിബിഷൻ വേൾഡ് ബഹ്റിനിൽ P1, P2, P3, P4 എന്നീ സ്ഥലങ്ങളിൽ അധിക പാർക്കിംഗ് ലഭ്യമാക്കും. മറായിലെത്തുന്ന സന്ദർശകർ അൽ ജസീർ ബീച്ചിലെ പാർക്കിംഗ് ഉപയോഗിക്കണം. ഷട്ടിൽ ബസ്സുകൾ അവരെ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് കൊണ്ടുപോകുമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യം ശൈത്യകാലത്തേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ കാലാവസ്ഥാ ഡയറക്ടറേറ്റ് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും ന്യൂനമർദ്ദം ഉണ്ടാകുന്നതിനാൽ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ശക്തമായ കാറ്റ് വീശുന്നതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു. രാത്രിയിലും അതിരാവിലെയും നല്ല തണുപ്പ് അനുഭവപ്പെടുമെന്നും നവംബർ 30 ശേഷം കാറ്റിന്റെ വേഗം ക്രമേണ കുറയുമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു. സയൻസ് ഇന്റർനാഷണൽ ഫോറം ബഹ്റൈനിലെ CBSE വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സയൻസ് പ്രൊജക്ട് അവതരണ മത്സരം സമാപിച്ചു. ഇന്ത്യൻ സ്കൂൾ ഇസ ടൗൺ ക്യാമ്പസിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബഹ്റൈനിലെ 7 സ്കൂളിൽ നിന്നുമായി ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലായി 22 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. വിവിധ യൂണിവേഴ്സിറ്റികളിലെ സയൻസ് വിഭാഗം പ്രൊഫസർമാരാണ് വിധികർത്താക്കളായി എത്തിയിരുന്നത്. ജൂനിയർ വിഭാഗത്തിൽ യഥാക്രമം ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ, ന്യൂ മില്ലേനിയം സ്കൂൾ, ഏഷ്യൻ സ്കൂൾ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയപ്പോൾ സീനിയർ വിഭാഗത്തിൽ ന്യൂ മില്ലേനിയം സ്കൂൾ, ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ, ഏഷ്യൻ സ്കൂൾ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. SIF ബഹ്റൈൻ ഉപദേശക സമിതി ചെയർമാൻ രവി വാര്യർ ഫലപ്രഖ്യാപനം നടത്തി. SIF ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് റഹീഷ് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി പ്രശാന്ത് ധർമ്മരാജ് സ്വാഗതവും ശ്യാംകുട്ടി നന്ദിയും പറഞ്ഞു. പ്രവീൺ B പരീക്ഷാ നടത്തിപ്പിന് നേതൃത്വം നൽകി. ന്യൂ ഇന്ത്യൻ സ്കൂളിന്റെ 34ാം വാർഷിക ദിനം വിപുലമായി ആഘോഷിച്ചു. കേരളീയ സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് K ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു. ഷൂറ കൗൺസിൽ അംഗം തലാൽ മുഹമ്മദ് അബ്ദുള്ള അൽ മന്നായി, ഡോക്ടർ മരിയം സാലിഹ് അൽ ദൈൻ MP, മുൻ MP ഡോക്ടർ മസൂമ ഹസൻ അബ്ദുൾ റഹീം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ഡോക്ടർ ജാൻ MT തോട്ടുമാലിൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജമീ തോട്ടുമാലിൽ തോമസ്, ഡയറക്ടർ ജോബി അഗസ്റ്റിൻ, പ്രിൻസിപ്പൽ K ഗോപിനാഥ് മേനോൻ, വൈസ് പ്രിൻസിപ്പൽ, പ്രധാനാധ്യാപകൻ, വിവിധ വിഭാഗങ്ങളുടെ കോർഡിനേറ്റർമാർ, വകുപ്പ് മേധാവികൾ, അധ്യാപകർ, സ്റ്റുഡന്റ് കൗൺസിൽ അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു. സ്റ്റുഡന്റ് കൗൺസിൽ അംഗങ്ങൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2023-24 10-12 ബോർഡ് പരീക്ഷകളിലെ ഐലൻഡ് ടോപ്പർമാരെ മുഖ്യാതിഥി ഇന്ത്യൻ അംബാസിഡർ വിനോദ് K ജേക്കബ് ആദരിച്ചു. സ്കൂൾ മാഗസിനായ വിൻസ്പെരിയ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
2.5 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദിൽഷാദിന് അൽമന്നഈ സെന്റർ മലയാള വിഭാഗം യാത്രയയപ്പ് നൽകി. ജനറൽ സെക്രട്ടറി എം റിസാലുദ്ദീൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സെന്റർ പ്രസിഡന്റ് ഹംസ അമേദ് അധ്യക്ഷത വഹിച്ചു. വളണ്ടിയർ ക്യാപ്റ്റൻ, സ്പോർട്സ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സംഘടനയ്ക്ക് തികച്ചും മുതൽക്കൂട്ടായിരുന്നുവെന്ന് പ്രവർത്തകർ ഓർമ്മിച്ചു. CT യഹ്യ, സമൂർ ഫാറൂഖി, BP അബ്ദുൾ റസാഖ്, PP ഹനീഫ്, ഹംസ K ഹമദ്, ഷമീർ ബാവ, നിഷാദ് സിദ്, CK അബ്ദുള്ള, നൌഷാദ് കാടാച്ചിറ, ഹംസ റോയൽ, സമീർ അലി, മജീദ് പഡ്ല, സഹീൻ നിബ്രാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. TP അബ്ദുൽ അസീസ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ദിൽഷാദ് മുഹറഗിന്റെ മറുപടി പ്രസംഗത്തിന് ശേഷം സാദിഖ് ബിൻ യഹ്യ നന്ദി പറഞ്ഞു. KMCC ബഹ്റിൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഉണർവ് 24 സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് മുസ്ലിം ലീഗ് പിന്നിട്ട വഴികൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. KMCC സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ യോഗം ഉദ്ഘാടനം ചെയ്തു. KMCC ബഹ്റിൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഇൻമാസ് ബാബു അധ്യക്ഷത വഹിച്ചു. ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, KP മുസ്തഫ, അസൈനാർ കളത്തിങ്കൽ, SV ജലീൽ, ഷറഫുദ്ദീൻ മാരായമംഗലം എന്നിവർ സംസാരിച്ചു. BB ഹാരിസ് തൃത്താല, യൂസഫ് മുണ്ടൂർ, അൻവർ സാദത്ത്, നൌഫൽ പടിഞ്ഞാറങ്ങാടി, നൌഷാദ് പുതുനഗരം, മാസിൽ പട്ടാമ്പി, അനസ് നാട്ടുകൽ, ഷഫീഖ് വല്ലപ്പുഴ, മുഹമ്മദ് ഫൈസൽ, അൻസാർ ചങ്ങലേരി എന്നിവർ നേതൃത്വം നൽകി. നിസാമുദ്ദീൻ മാരായമംഗലം സ്വാഗതവും ആഷിഖ് പത്തിൽ നന്ദിയും പറഞ്ഞു. വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തിൽ ബഹ്റിൻ UDF കമ്മിറ്റി വിജയാഹ്ലാദ പരിപാടി സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM സമദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സ്വാഗതവും KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം നന്ദിയും പറഞ്ഞു. KMCC സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, OICC വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, KMCC മുൻ ജനറൽ സെക്രട്ടറി അസൈനർ കളത്തിങ്കൽ, OICC ജനറൽ സെക്രട്ടറി മനു മാത്യു, ട്രഷറർ ലത്തീഫ് ആയഞ്ചേരി, KMCC ട്രഷറർ KF മുസ്തഫ, കുട്ടൂസ മുണ്ടേരി, ബഹ്റിൻ നൗക പ്രതിനിധി അശ്വതി എന്നിവർ പ്രസംഗിച്ചു. OICC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കലാവേദി പാടാം നമുക്ക് പാടാം എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചു. ബഹ്റിനിലെ അറിയപ്പെടുന്ന 25ഓളം പാട്ടുകാരെ പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയിൽ കലാകാരനായ ഹരീഷ് മേനോൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ICC ജില്ലാ കൾച്ചറൽ സെക്രട്ടറി രഞ്ജൻ ജോസഫ് മോഡറേറ്റർ ആയിരുന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി അൻസൽ കൊച്ചുടി സ്വാഗതവും പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി ആശംസയും ട്രഷറർ സാബു പൗലോസ് നന്ദിയും പറഞ്ഞു. റജീന ഇസ്മായിൽ കവിത ആലപിച്ചു. ഷെഹ്റാൻ ഇബ്രാഹിം, ഷഫീർ പാറക്കട്ട, മുഷ്താഖ് അഹമ്മദ്, ബഷീർ, ഗഫൂർ മുക്കുതല, എൽദോ എഡിസൺ, അനിൽ AP, അജീഘോഷ് ചേറായി, ജോഷി, റസാഖ്, ശ്രീജിൽ, ശ്രീജിത്ത്, രാജീവൻ KG, മനാഫ് പാറക്കട്ട, സലീം, ഷിയാസ് എന്നിവർ പാട്ടുകൾ പാടി. റോബിൻ രാജ് പരിപാടിക്ക് നേതൃത്വം നൽകി.